കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൺഷൈൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഇതിനെ മുകളിലേക്ക് കൊണ്ടുവെക്കാൻ നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിന്, അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യണം. അതൊരു ചെയ്തിട്ടില്ല. വിൻഡോ ചെയ്യണം, സൺഷൈഡ് ചെയ്യണം, A to Z കാര്യങ്ങൾ മൊത്തം ചെയ്യാം. എന്നിട്ട് ഇതിന് മുകളിൽ കൊണ്ടു വെച്ചാൽ മതി. അപ്പോൾ കൊണ്ടു വെക്കാൻ വേണ്ടി ടോപ്പ് വീഴാം. നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിനെ മൊത്തം സെലക്ട് ചെയ്തിട്ട് അതിൽ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ ഫസ്റ്റ് ഫ്ലോറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. വയർ ഫ്രെയിം ചെയ്തു. ഇത് സെലക്ട് ചെയ്തിട്ട് സ്നാപ്പ് ഓഫ് ചെയ്തു, മൂട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഈ മൂവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വാള് കറക്റ്റ് ഇവിടെ കറക്റ്റ് വെച്ച് വെക്കുക. അതാ ഇത് ലെവലാക്കുക. വാള് ഇങ്ങനെ വേണ്ടതിനൊക്കെ കറക്റ്റ് അല്ല നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ കിട്ടും, കറക്റ്റ് കിട്ടും. ഇനി 3D ചെയ്താലും കറക്റ്റ് കിട്ടും. ഇട്ട് കൊടുക്കുക. ഈ ഫ്രണ്ട് വീടിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുക. ഈ പെർസ്പെക്റ്റീവ് കൊടുക്കുക, 3D എടുത്ത് നോക്കുക. കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് മുകളിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടത്. ഇനി അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പിൽ വന്നിട്ട് അൺഗ്രൂപ്പ് ചെയ്യുക. ഇത് കൊണ്ടുവച്ച ശേഷം ഇതേപോലെ ഗ്രൂപ്പിൽ വന്നിട്ട് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ മുകളിൽ റൂഫ് വരക്കണമെങ്കിൽ നമ്മൾ താഴത്ത് വന്ന അതേ മെത്തേഡ് തന്നെയാണ്. കറക്റ്റ് എന്ത് ചെയ്യുക, വരച്ചതിന് ശേഷം ഇവിടെ വരച്ചതിന് ശേഷം പിന്നെ മുകളിൽ കൊണ്ടുപോയിട്ടല്ലോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. അതേ പിന്നെ ഒരേ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ എസ്റ്റിമേറ്റ് വരച്ചിട്ട് നേരെ എക്സ്ട്രൂഡ് ചെയ്യുക, കൊണ്ടുവയ്ക്കുക, അത്രേ ഉള്ളൂ. അതല്ല, അത് നമുക്ക് അറിയുന്ന സംഗതിയാണ്. ഞാൻ അതിൻ്റെ പകരം ഞാനൊരു ഡിഫറെൻറ്റ് ഹൈറ്റ്, ഫ്ലാറ്റ് റൂഫ് തന്നെ ഡിഫറെൻറ്റ് ഹൈറ്റിൽ എങ്ങനെ ഉയർത്താം അത് പറയാൻ പോണത്. ഇപ്പം അതിന് നിലവിൽ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 250 ഇട്ട് കൊടുത്തുള്ളത്. അതല്ല, നിങ്ങൾ വർക്കിൽ ചിലപ്പോൾ 300 കൊടുത്തിട്ട് വിചാരിക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ വർക്കിൽ നമ്മളിപ്പോൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ ഡിഫറെൻറ്റ് ഹൈറ്റ് കൊടുക്കാൻ പോകണം. അതായത് ഞാൻ ഇപ്പോൾ ഒരു ബാൽക്കണി 250ഉം ഒരു ബെഡ്റൂം ഒരു 360 ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മൊത്തം 310 ഇട്ട് കൊടുക്കുകയാണ്. ആ 3 ഡിഫറെൻറ്റ് ഹൈറ്റാണ്. അപ്പോൾ ഏറ്റവും കുറവുള്ള ഹൈറ്റ് എന്ത് ചെയ്യുക, അതിനാക്കി മാറ്റാം. കുറവുള്ള ഹൈറ്റ് നമ്മൾ കുറവുള്ള ഹൈറ്റ് 250 ആണല്ലോ. നമ്മൾ വർക്ക് ഉദാഹരണം ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്താൽ തന്നെ നമുക്കിവിടെ കാണിക്കും, അളവ് കാണിക്കും നമുക്ക്. അതായത് അടിയിൽ നിന്നുള്ള വാല്യൂ കേട്ടോ. അത് നമ്മൾ ഇവിടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ലെവലാക്കുകയും ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെവലാക്കുകയും ചെയ്യാം. ഏതായാലും നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെ കുറവുള്ള ഹൈറ്റാക്കി മാറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറവുള്ള ഹൈറ്റാക്കി മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിവിടെ 250 ഇട്ട് കൊടുത്തുള്ളത്. നിലവിൽ 250 ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ഉയർത്താൻ പോവാണ്. ഓരോന്നോരോന്നിനും ഉയർത്താൻ പോവാണ്. ഞാൻ ഇവിടെ ഈ ഫ്രണ്ടത്തെ റൂം ഉണ്ടല്ലോ, അത് മാത്രം 360 ആക്കുകയാണ്. അപ്പോൾ ഈ 250 കൂടി എന്ത് ചെയ്യുക, അതിൽ 350 ആക്കുകയാണ്. ഒരു 100 കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടി റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക, സ്നാപ്പ് ഓൺ ആക്കുക. ഇതിന് മുകളിൽ കൂടി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് കറക്റ്റ് കിട്ടും. ഈ കറക്റ്റ് വരണമെന്ന് മനസ്സിലായി. ഇവിടെ കറക്റ്റ് എവിടെയെങ്കിലും പോകേണ്ടത് നോക്കണം. കണ്ട വരച്ചിട്ട് കൊടുക്കുക. ഇട്ടെടുത്തു. ഇത് നമുക്ക് ഈ വരച്ചത് എന്ത് ചെയ്യണം, തൽക്കാലം വാള് ഹൈഡ് ചെയ്യണം, കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും സ്പ്ലൈൻ ആക്കി ഇത് അറ്റാച്ച് ഉണ്ടാവും, അറ്റാച്ച് ചെയ്യുക. അതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. അതായത് 100 സെന്റിമീറ്റർ എക്സ്ട്രൂഡ് ചെയ്തു. ഇനി അൺഹൈഡ് ആളിട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ റൂഫ് വരക്കണം. റെക്റ്റാങ്കിൾ എടുത്തു, സ്നാപ്പ് ഓൺ ആക്കിയിട്ട് അതിന് നമുക്ക് പുറത്ത് ഒരു ഔട്ട്ലൈന് 30 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, എറ്റിബിൾ സ്പ്ലൈൻ ആക്കുക. സ്പ്ലൈൻ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈന് 30 ഇട്ട് കൊടുത്തു. ഒരു മൈനസ് 30 ഇട്ട് കൊടുക്കുക. പുറത്തേക്ക് വന്നു. ഉള്ളത്തെ ലൈൻ ആവശ്യമില്ല, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, നേരെ എക്സ്ട്രൂഡ് ചെയ്യുക. അതിൽ തിക്നെസ് 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ അതേപോലെ റൂഫായി മാറി. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് സെലക്ഷനാണ്. ഇത് വേറെ സെലക്ഷൻ, ഇത് വേറെ സെലക്ഷനാണ്. ഇത് ഒറ്റ സെലക്ഷൻ ആക്കണമെങ്കിൽ ആക്കുകയും ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് എടുത്താൽ മതി. അറ്റാച്ച് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സെലക്ഷനായി മാറും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാൽക്കണിയിൽ റൂഫ് വരക്കണം. ബാൽക്കണി റൂഫ് വരക്കാണ്. ഇതേപോലെ നേരെ റെക്റ്റാങ്കിൾ എടുത്തു, സ്നാപ്പ് ഓൺ ആക്കുക, കൊടുക്കുക. അതിൽ നേരെ എക്സ്ട്രൂഡ് ചെയ്യുക. 10 തിക്നെസ് കൊടുക്കുക. ഇതിൻ്റെ പ്രൊജക്ഷന് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ 30, ഞാൻ പറഞ്ഞു 15 to 30 സാധാരണ കൊടുക്കാറ് ഫ്ലാറ്റിൻ്റെ പ്രൊജക്ഷന്. ഇവിടെ നമ്മൾ ബാൽക്കണിയും കൂടെ ആയതുകൊണ്ട് 60 ഇട്ട് കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റബിൾ പോളിയാക്കി മാറ്റി, പോളിക്ക് എടുത്തു, സ്നാപ്പ് ഓഫ് ചെയ്തു, സെലക്ട് ചെയ്യുക,
എക്സ്ട്രൂഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഏകദേശം ഒരു 60 ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ സൈഡിലും ഓക്കെ ഇട്ട് കൊടുക്കുക. പോളികൾ സെലക്ട് ചെയ്യുക. ഓരോ സൈഡ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്ത് ഓക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എവിടെയൊക്കെ വേണ്ട അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ മുകളിൽ വലിച്ചു നീട്ടി കൊടുത്താലും മതി. അങ്ങനെ വലിച്ചു നീട്ടി കൊടുക്കുകയും ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ സെപ്പറേറ്റ് പറയണില്ല. അതേപോലെ തന്നെ അതേ റെക്റ്റാങ്കിൾ എടുക്കുക. നേരെ ഓരോ പോർഷൻ ഇവിടെ ഓരോ പോർഷൻ എന്ത് ചെയ്യാം, സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഓരോ പോർഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ഓരോന്നും ഇങ്ങനെ വരച്ച് കൊണ്ടുപോകാം. അടുത്ത് എന്ത് ചെയ്യുക, അടുത്ത് ഇവിടെ ഏതുവരെ വേണ്ടതാണ് അവിടെ കൊണ്ടുകൊടുക്കുക. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് പോവാം. അതിന് ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് റൂഫാക്കി മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ഇത് ഫ്ലാറ്റ് റൂഫിൻ്റെ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക. സൺഷെയ്ഡ് അതേപോലെ കംപ്ലീറ്റ് വരച്ച് നോക്കുക. ബാക്കിയൊക്കെ അടുത്ത ക്ലാസ്സിൽ മുന്നോട്ട് പോകും.